എല്ലാവർക്കും നാൾസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. EVs ഇപ്പോൾ വളരെ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഫ്യൂച്ചർ EV ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആ ഒരു ഗ്രോയിങ് പോപ്പുലാരിറ്റി അത്ര സ്മൂത്ത് അല്ല. അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെയൊക്കെ ബാറ്ററി എന്തായി തീരും എന്നുള്ളതിനെ പറ്റിയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EVയുടെ ബാറ്ററീസ്, മെയിൻലി EVs നേരിടുന്ന കുറച്ച് ചാലഞ്ചസും ഇഷ്യൂസിനെയും പറ്റിയാണ്. സോ സ്റ്റാർട്ട്. ഏറ്റവും വലുതും ഏറ്റവും മെയിനുമായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാർജിൽ നമ്മൾ നമ്മുടെ സ്ഥലത്ത് ചേരുമോ, നമ്മൾ പെട്ടുപോകുമോ, ചാർജ് തീർന്നു പോകുമോ എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അത് അത്ര വലിയ കൺസേൺ അല്ല. കാരണം EVയുടെ റേഞ്ച് പല ബ്രാൻഡ്സും നന്നായി തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 600 കിലോമീറ്റേഴ്സും 700 കിലോമീറ്റേഴ്സും ഒക്കെ റേഞ്ചുള്ള EVs ഉണ്ട്. പക്ഷെ എന്നാലും ചിലർക്ക് അതൊരു കൺസേൺ തന്നെയാണ്. എന്തുകൊണ്ട്? അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെയാണ് നിങ്ങൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് കണ്ടീഷൻസ് അതിൽ വളരെ വലിയ ഒരു പങ്ക് വയ്ക്കുന്നുണ്ട്. ഗ്യാസോലിൻ കാർസ് പോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ആക്സലറേഷൻ, ഹില്ലി ആയിട്ടുള്ള ടെറൈൻസ് ആൻഡ് നിങ്ങൾ ഓടിക്കുന്ന ആ ഒരു രീതിനെയൊക്കെ ബാറ്ററിക്ക് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ്ലി, വെതറും ഒരു സിഗ്നിഫിക്കൻറ്റ് കൾപ്രിറ്റ് ആണ്. എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ്, ബോത്ത് സ്കോർച്ചിങ് ഹീറ്റ് ആയിക്കോട്ടെ അതുപോലെ കൊടും തണുപ്പായിക്കോട്ടെ, അതിനൊക്കെ ബാറ്ററിയുടെ പെർഫോമൻസിനെയും റേഞ്ചിനെയും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ രാവിലെ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. സോ രാവിലെയാണ്, സോ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ. സോ ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങൾ ഉച്ചയായ സമയത്ത് വണ്ടി എവിടെ നിർത്തിയിട്ടു ആൻഡ് ദെൻ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന്, അതായത് ഇത്രയും കൂടെ വേഗത്തിൽ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്. അതിന്റെ കാരണം ആ ഒരു ചൂട് തന്നെയാണ്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് EV ബാറ്ററീസിന്റെ ഉള്ളിൽ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അടുത്തൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഗ്യാസോലിൻ കാറ് പോലെയല്ല, റിലയബിളും അതുപോലെ തന്നെ നല്ല സ്ഥലത്ത് ലൊക്കേറ്റഡുമായിട്ടുള്ള ചാർജേഴ്സ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു തലവേദനയാണ്. എസ്പെഷ്യലി നമ്മൾ ലോങ് ജേർണീസ് ഒക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത്. ചിലപ്പോൾ നിങ്ങൾ ഒരെണ്ണം കണ്ടുപിടിച്ചാലും പല പല ഇഷ്യൂസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആവാതെ വരിക, ആപ്പിനകത്തുള്ള ബഗ്സ്, ആൻഡ് വേറെ വല്ല വണ്ടി അവിടെ ചാർജ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് അല്ലായിരിക്കും. അങ്ങനെ പല പല ബഗ്സും പ്രശ്നങ്ങളും ഉണ്ട്. ബട്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ EV കാർസ് ഫുൾ ചാർജ് ആവാനായിട്ട് ഗ്യാസോലിൻ കാർസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം സമയമാണ്. ബാറ്ററിയുടെ കെമിക്കൽ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട്, ഇതൊക്കെ ഇതിൽ ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പവർ നമ്മൾ EV ബാറ്ററിയിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ EV ബാറ്ററീസ് ഡാമേജ് ആയേക്കാം. അത്തരം ലിമിറ്റേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അടുത്തതാണ് എല്ലാവരും സംസാരിക്കുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്, ബാറ്ററിയുടെ ലൈഫ് സ്പാനും ഡീഗ്രേഡേഷനും. നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിക്ക് ബാറ്ററി ഹെൽത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ EVസിന്റെ ബാറ്ററി ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം എന്നില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചാർജിങ്ങും അതിന് ഡിസ്ചാർജിങ്ങും ഒക്കെ ഗ്രാജുവലി അതിന് ചാർജ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുറയും. ഇത് ബാറ്ററി സെല്ലുകളിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് മൂലമുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഫാക്ടേഴ്സ് ലൈക്ക് ചാർജിങ് ഹാബിറ്റുകൾ, ഡ്രൈവിംഗ് സ്റ്റൈല്, അതുപോലെ ടെമ്പറേച്ചർ എക്സ്പോഷർ തുടങ്ങിയവയ്ക്ക് ഈ ഒരു ഡീഗ്രേഡേഷനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിപ്പോൾ അത്ര വലിയ കൺസേൺ അല്ല. കാരണം പല മാനുഫാക്ചറേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ 8 ഇയേഴ്സിന് അല്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന ബ്രാൻഡുകളുണ്ട്. അടുത്ത ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ബാറ്ററീസിന്റെ കോസ്റ്റ്. നിങ്ങളുടെ EVയുടെ ഓവറോൾ പ്രൈസിന്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ആണ് ഇപ്പോൾ EVസിന്റെ ബാറ്ററീസ് എടുക്കുന്നത്. അതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിലാണ്. ലൈക്ക് കോബാൾട്ട്, നിക്കൽ, ലിത്തിയം. ഈ ഒരു മെറ്റീരിയൽസിന്റെ എക്സ്ട്രാക്ഷനും അതുപോലെ പ്രോസസ്സിങ്ങും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നാളുകളായിട്ട് ബാറ്ററിയുടെ കോസ്റ്റ് ഒക്കെ അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത് കുറച്ചും കൂടെ കുറയണം. ആൻഡ് അവസാനമായിട്ട് ഈ ഒരു ബാറ്ററീസിന്റെ പ്രൊഡക്ഷനും ഡിസ്പോസലും ഉണ്ടാക്കുന്ന എൻവയറമെന്റൽ ഇമ്പാക്ട്. EVസിന്റെ ടെയിൽ പൈപ്പ് എമിഷൻസ് ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിന്റെ പ്രൊഡക്ഷൻ ഒരു എൻവയറമെന്റൽ ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ റോ മെറ്റീരിയൽസിന് വേണ്ടിയുള്ള മൈനിങ് കുറെ എക്കോളജിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു EV ബാറ്ററീസിന്റെ റീസൈക്ലിങ്ങും ഡിസ്പോസിങ്ങും ഒക്കെ ഒരു ഗ്രോയിങ് ചാലഞ്ചാണ്. നമ്മൾ അതിന്റെ റീസൈക്ലിങ്ങും ഡിസ്പോസലും ഒന്നും മര്യാദയ്ക്ക് ചെയ്തില്ല എങ്കിൽ അത് വളരെ വലിയൊരു എൻവയറമെന്റൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കിയേക്കാം. സോ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് ആണ് ഇപ്പോൾ കറന്റ് EV ബാറ്ററീസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ ഒന്ന് സോൾവ് ആയി കഴിയുകയാണെങ്കിൽ EVs കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്തുകൊള്ളും, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.